ആറന്മുള മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന് സ്വീകരണം നൽകി. ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ യാത്രയ്ക്ക് പ്രവർത്തകർ വൻ സ്വീകരണമാണ് നൽകിയത്. ആറന്മുള നിയോജക മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ ആറന്മുളയുടെ നെല്ലിക്കാലയിലാണ് സ്വീകരണം നൽകുന്നത്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിരവധി സ്ഥലങ്ങളിൽ പോകാൻ ഇനിയും ബാക്കി കിടക്കുകയാണ്. ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിരവധി സ്ഥലങ്ങളിലേക്ക് തയ്യാറാക്കാത്ത പ്രോഗ്രാം ആണെങ്കിൽ പോലും ഗൈഡിന് സ്വീകരണം നൽകുന്നത് അമ്മമാരും വളരെ സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ. വോട്ടർമാരോട് എന്താ ഗൈഡ് പറയാനുള്ളത്? വോട്ടർമാരെല്ലാവരും തീർച്ചയായിട്ടും ഈ നാടിന്റെ വികസനം കാക്ഷിക്കുന്ന വോട്ടർമാരാണ്. അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് എനിക്ക് ഉയരാൻ കഴിയും. അത് പ്രത്യാശയ്ക്കനുസരിച്ച് എനിക്ക് ഉയരാനും അവരുടെ നിർവഹിക്കാനും എനിക്ക് സാധിക്കുന്നു. ഉറപ്പാണ്. പ്രിയമുള്ളവരെ, ഈ നെല്ലിക്കാല പ്രദേശത്ത് നൽകിയ സ്വീകരണത്തിന്, വളരെ ഹൃദ്യമായ സ്വീകരണത്തിന് ഞാൻ എൻ്റെ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഹൃദ്യമായ സ്വീകരണം എന്തുകൊണ്ട് നൽകുന്നു? ജനങ്ങളെല്ലാം ആവേശത്തോടുകൂടി ഈ വാഹനം കടന്നു വരുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ ഒരു ജനക്കൂട്ടം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന ചോദ്യം വാസ്തവത്തിൽ LDFും UDFും മനസ്സിലാക്കേണ്ടതാണ്. കാരണം അവർ ഈ നാട്ടിൽ ഒന്നും ചെയ്തില്ല, യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയില്ല. 70 വർഷത്തിലേറെ കാലം നമ്മുടെ ഊർജ്ജ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അപ്പോഴൊന്നും ആ ജനപ്രതിനിധിക്ക് ജയിച്ചു വന്നവർക്ക് നാടിന്റെ സമഗ്രമായ വികസനം ഉണ്ടായില്ല. കേരളത്തിലെ ഏറ്റവും അഹിംസ മണ്ഡലം എന്ന് പറയുന്നത് ഈ ആറന്മുളയാണ്. എന്നാൽ ഏറ്റവും വലിയ വികസനം ഉണ്ടാകേണ്ടത് ഈ ആറന്മുള മണ്ഡലത്തിലാണ്. കാരണം ഭാരതത്തിൽ എവിടെ ചെന്നാലും ആറന്മുളയെ കുറിച്ച് അറിയാം. ജനങ്ങളെല്ലാവരും വളരെ പരിചിതമാണ് ആറന്മുള എന്ന പേര്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തിരുവല്ലയിൽ സംസാരിച്ചപ്പോഴും അദ്ദേഹത്തിന് ആറന്മുളയെ കുറിച്ച് വളരെ നന്നായി അറിയാം, പരിചയമുണ്ട്, ബഹുമാനമുണ്ട്. പൂർണ്ണമായും അദ്ദേഹം അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ ആറന്മുള വളരുന്നില്ല, വികസിക്കുന്നില്ല. കേന്ദ്രത്തിന്റെ പണം ഒന്നും വേണ്ട എന്ന് പറയുന്ന MLA-മാരാണ് ഇതേവരെ ഉണ്ടായത്. ഞാൻ പറയുന്നു, ജനപ്രതിനിധിയായാൽ കേന്ദ്ര സർക്കാരിന്റെ 227 പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതിൽ നല്ലൊരു പങ്ക് ചോദിച്ചു വാങ്ങി ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും. അങ്ങനെ ആറന്മുള വികസിക്കും. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സഹായത്തോടു കൂടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കാരണം അതിനനുകൂലമായ അന്തരീക്ഷം ഇവിടെയുണ്ട്. നല്ല മണ്ണ്, നല്ല പച്ചപ്പ്, നല്ല വെള്ളം, നല്ല വായു, എല്ലാം അനുകൂലമായ കാലാവസ്ഥയാണ്, അന്തരീക്ഷമാണ്, സാഹചര്യമാണ്. അതുകൊണ്ട് ഞാൻ ഉറപ്പു നൽകുന്നു, ആറന്മുള, വികസിത ആറന്മുള എന്ന മഹാസങ്കല്പം സാധ്യതമാകാൻ നിങ്ങളെല്ലാവരും വോട്ട് നൽകുക, താമര ചിഹ്നത്തിൽ വോട്ട് നൽകുക. ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി. ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.